ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് ഗുരുപൂർണിമ. മഹാദേവന്റെയും പരമഗുരുവിൻ്റെയും എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരബിന്ദങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം നമുക്ക് തുടരാം. ഇന്ന് 4ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ശ്ലോകം മുതലാണ് മഹാഭാരതത്തിൽ നിന്നും എടുത്തിട്ടുള്ളത് എന്ന്. അനുശാസന പർവം 149 അധ്യായം ആണ്. നമുക്ക് നോക്കാം. ഇവിടെ വൈശംപായനൻ ജനമേജയനോട് പറയുന്ന രീതിയിലാണ് ഈ ശ്ലോകം തന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഉവാച. ഉവാച എന്ന് പറയരുത്, ഉവാച. ഉവാച എന്ന് പറഞ്ഞാൽ അത് സന്ദർഭത്തിനനുസരിച്ച് ചോദിച്ചു എന്നോ പറഞ്ഞു എന്നോ നമുക്ക് അർത്ഥം എടുക്കാവുന്നതാണ്. അത് ആ സന്ദർഭം ഏതാണോ അതിനനുസരിച്ച്. അപ്പൊ ഇവിടെ നമുക്ക് ശ്ലോകം നോക്കാം. ശ്രീ വൈശംപായനുവാച. ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവാഭ്യഭാഷത. ശ്രീ വൈശംപായനുവാച. ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവാഭ്യഭാഷത. ഇവിടെ വൈശംപായനൻ പറയുകയാണ് ജനമേജയനോട്. നമുക്ക് ഇത് ആദ്യം ഒന്ന് പദം പിരിച്ചു നോക്കാം, അതിനുശേഷം നമുക്ക് ശ്ലോകങ്ങളുടെ മീനിങ് നോക്കാം. ശ്രുത്വാ ധർമാൻ അശേഷേണ. ശ്രുത്വാ ധർമാൻ അശേഷേണ. ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിരഃ. യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവാഭ്യഭാഷത. പുനഃ ഏവ അഭ്യഭാഷത. പുനഃ ഏവ അഭ്യഭാഷത ചേർന്ന് വരുമ്പോൾ പുനരേവാഭ്യഭാഷത. ഇനി നമുക്ക് അതിന്റെ മീനിങ് ഒന്ന് നോക്കാം. ശ്രുത്വ. ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. ശ്രുത്വ ധർമാനശേഷേണ. ധർമാൻ എല്ലാ ധർമ്മങ്ങളെയും കേട്ടിട്ട്. ധർമാൻ അശേഷേണ. അശേഷേണ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പാപങ്ങളെ നശിപ്പിച്ചിട്ട്. പാവനാനി. പാവനാനി എന്ന് പറഞ്ഞാൽ ശുദ്ധിയെ ചെയ്യുന്ന. സർവശഃ എല്ലാ പ്രകാരത്തിലും എല്ലാ രീതിയിലും. സർവശഃ എന്നാൽ എല്ലാ പ്രകാരത്തിലും എല്ലാ രീതിയിലും. ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശ. അടുത്ത ലൈൻ യുധിഷ്ഠിരഃ. യുധിഷ്ഠിരഃ എന്നാൽ യുധിഷ്ഠിരൻ. ശാന്തനവം. ശാന്തനവം ശന്തനുവിന്റെ പുത്രനായ ഭീഷ്മർ. അതാണ് ശാന്തനവം എന്ന് പറയുന്നത്. ശന്തനുവിന്റെ പുത്രനായ ഭീഷ്മൻ. പുനരേവാഭ്യഭാഷത. പുനരേവാഭ്യഭാഷത. പുനഃ ഏവ. പുനഃ ഏവ ആണ് പുനരേവ വീണ്ടും വീണ്ടും. അഭ്യഭാഷത ചോദിക്കുകയാണ്. വീണ്ടും വീണ്ടും യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയാണ്. നമുക്ക് ഇതിന്റെ മീനിങ് ഒന്നുകൂടെ നോക്കാം. വൈശംപായന ഉവാച. വൈശംപായനൻ ജനമേജയനോട് പറഞ്ഞു. ആമുഖ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അനേകം ധർമ്മങ്ങളെ പറ്റി ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു എന്ന്. യുധിഷ്ഠിരന്റെ മറ്റൊരു പേരാണ് ധർമ്മപുത്രർ എന്നത്. അപ്പം ധർമ്മപുത്രരും യുധിഷ്ഠിരനും ഒരാൾ തന്നെയാണ്. ഈ ധർമ്മപുത്രർ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുത്തതായ വിവിധ രൂപത്തിലുള്ള പാവനവും പാപക്ഷേകരവുമായ എല്ലാ ധർമ്മങ്ങളെയും പറ്റി കേട്ട ശേഷം വീണ്ടും എന്നിട്ടും തൃപ്തി വന്നില്ല. അപ്പൊ ഇത്രയും എല്ലാ ധർമ്മങ്ങളും എന്തൊക്കെയാണ് ആ ധർമ്മങ്ങൾ എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു.
എന്നിട്ടും തൃപ്തി വരാഞ്ഞ് വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്. വീണ്ടും ഒരു 6 ചോദ്യങ്ങളുടെ നമ്മുടെ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ 6 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് അടുത്ത ശ്ലോകങ്ങൾ വരുന്നത്. അങ്ങനെ അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് യുധിഷ്ഠിരൻ ചോദിക്കുന്ന 6 ചോദ്യങ്ങളാണ്. അതിന് ഭീഷ്മ പിതാമഹൻ കൊടുക്കുന്ന ഉത്തരവുമാണ് പിന്നീട് വരുന്നതായ ശ്ലോകങ്ങളിലുള്ളത്. അതും കഴിഞ്ഞ് ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പൊതുവായ കുറച്ച് കാര്യങ്ങൾ കൂടി ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ 6 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്കിത് ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ശ്രീ വൈശംഭായനുവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരേവാഭ്യഭാഷത. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശ്രീ യുധിഷ്ഠിര ഉവാച കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തഃ കം കമർച്ചന്തഃ പ്രാപ്നുയുർമാനവാ ശുഭം. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തഃ കം കമർച്ചന്തഃ പ്രാപ്നുയുർമാനവാ ശുഭം. കിം ഏകം കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം വാ അപി ഏകം വാപ്യേകം. ഇവിടെ വാ കഴിഞ്ഞൊരു എഫിന്റെ സിമ്പൽ ഉണ്ട്. അപ്പൊ അത് അവഗ്രഹം എന്നാണ്. ആ എഫിന്റെ സിമ്പൽ എന്ന് പറയുന്നത് അവഗ്രഹം എന്നാണ്, അല്ലെങ്കിൽ അകാര പ്രശ്ലേഷണം. അകാര പ്രശ്ലേഷണം. അപ്പം അവിടെ നമ്മൾ ഒരു ആ സൗണ്ട് ഉണ്ട്, എന്നാൽ നമ്മൾ ആ എടുത്തു പറയേണ്ട, പകരം നമ്മളത് ചേർത്ത് ചൊല്ലുക. 2 വാക്കുകൾ തമ്മിൽ യോജിപ്പിച്ച് പറയുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ ചേർത്ത് ചൊല്ലുമ്പോൾ അവിടെ ഒരു ആ സൗണ്ട് നമുക്ക് വരും. അതേ രീതിയിൽ ചൊല്ലിയാൽ മതി. ഓക്കെ. അപ്പം കിം വാപ്യേകം കിം വാ അപി ഏകം പരായണം. അടുത്ത ലൈന് സ്തുവന്ത സ്തുവന്ത കം കമർച്ചന്ത കമർച്ചന്ത പ്രാപ്നുയുർമാനവാ ശുഭം പ്രാപ്നുയുഹു മാനവാഹ ശുഭം പ്രാപ്നുയുഹു മാനവാഹ ശുഭം ചേർന്ന് പ്രാപ്നുയുർമാനവാ ശുഭം. നമുക്ക് അതിന്റെ മീനിങ് ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം. യുധിഷ്ഠിര ഉവാച, യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. ഇവിടെ ഉവാച എന്നാൽ ചോദിക്കുകയാണ്. കിമേകം ദൈവതം ലോകേ, കിം ഏകം കിമേകം ദൈവതം ഈശ്വരൻ, ലോകേ ലോകത്തിൽ. ഈ ലോകത്തിൽ ഒരേ ഒരു ദൈവം ഉള്ളത് ആരാണ്? ആദ്യത്തെ ചോദ്യം വന്നു. ഈ ലോകത്ത് ഒരേ ഒരു ദൈവമുള്ളത് ആരാണ്? കിമേകം ദൈവതം ലോകേ. അടുത്തത് കിം വാപ്യേകം. കിം വാപ്യേകം. കിം എന്നാൽ എന്ത്, ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യ രൂപത്തിൽ വരുന്നതാണ് കിം. അപ്പൊ ഇവിടെ കിം വാപ്യേകം, കിം വാ അപി, വാ പ്ലസ് അപി, കിം വാ അപി ഏകം. അപ്പൊ ഇത് ചേർന്ന് വരുമ്പോൾ കിം വാപ്യേകം, വാ പ്ലസ് അപി പ്ലസ് ഏകം ചേർന്ന് വാപ്യേകം. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് കിം വാപ്യേകം, ഒരേ ഒരു പ്രാപ്യസ്ഥാനം. കിം, ഒരേ ഒരു പ്രാപ്യസ്ഥാനം ഉള്ളത് ഏതാണ്? കിമേകം ദൈവതം ലോകേ, ഈ ലോകത്ത് ഒരേ ഒരു ദൈവം ഉള്ളത് ആരാണ്? കിം വാപ്യേകം പരായണം, ഈ ലോകത്ത് ഏകമായ പരായണം, ഏകവും പരവുമായ അയനം ഏതാണ്? അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിന്റെ മുഖ്യമായ പ്രാപ്യസ്ഥാനം ഏതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തത് 3ാമത്തെ ചോദ്യമാണ്. സ്തുവന്ത സ്തുവന്ത കം കമർച്ചന്ത, സ്തുവന്ത കം കമർച്ചന്ത. സ്തുവൻ, സ്തുവൻ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. കം സ്തുവൻ, ആരെയാണ് സ്തുതിക്കേണ്ടത്? കം അർച്ചന്ത കമർച്ചന്ത, കം അർച്ചന്ത കമർച്ചന്ത, ആരെയാണ് അർച്ചിക്കേണ്ടത്? ചന്ത എന്ന് പറയുന്നത് നായും തായും കൂടെ ചേർന്നാണ്. അപ്പം ചന്ത, ആരെയാണ് അർച്ചിക്കേണ്ടത്? അർച്ചിക്കുക എന്നാൽ പൂജാതി ദ്രവ്യങ്ങൾ കൊണ്ട് നമ്മൾ അർച്ചന ചെയ്യുന്നതാണ്. സ്തുതിക്കുക എന്നാൽ നാമങ്ങളും കീർത്തനങ്ങളും സ്തോത്രങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ഭഗവാനെ കീർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്തുതിക്കുന്നതിനാണ്. അതാണ് ഇത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സ്തുതിക്കുക, അർച്ചിക്കുക. അപ്പൊ ഇവിടെ
പ്രാപ്നുയുർ മാനവാ ശുഭം. പ്രാപ്നുയുഹു എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നത്, മാനവൻ മനുഷ്യർ. പ്രാപ്നുയുർ മാനവാ ശുഭം. ഏതൊരു ദേവനെയാണ് സ്തുതിക്കേണ്ടത്? മൂന്നാമത്തെ ചോദ്യമാണ്. ഏതൊരു ദേവനെയാണ് സ്തുതിക്കേണ്ടത്, അല്ലെങ്കിൽ ആരെ സ്തുതിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് ശുഭപ്രാപ്തി ഉണ്ടാകുന്നത്? അപ്പൊ 3 ചോദ്യമായി. ഇനി 4ാമത്തെ ചോദ്യമാണ്. ആരെയാണ് അർച്ചിക്കേണ്ടത്? ആരെയാണ് അർച്ചിക്കേണ്ടത്? അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ തന്നെ 4 ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നത്. അടുത്ത 5ാമത്തെ ചോദ്യം. കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മത. കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മത. കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. അത് നമുക്ക് പദം പിരിച്ചു നോക്കാം. കോ എന്നാൽ കഹ. കോ ധർമ്മ, ധർമ്മഃ. സർവധർമാണാം, സർവധർമാണാം. ഭവതഃ പരമോ മതഃ. പരമോ പരമഃ മതഃ. അതാണ് കഹ ധർമ്മഃ സർവധർമാണാം ഭവതഃ പരമഃ മതഃ. എല്ലാം ഒരു ഹാ 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 വരുന്നുണ്ട്. ആ ഒരു വിസർഗമാണ് അവിടെ വരുന്നത്. നമ്മൾ ഇവിടെ പരമോ എന്നുള്ളത് പരമഃ, അവിസർഗം മാറുമ്പോഴാണ് പരമോ എന്ന് വരുന്നത്. കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മതഃ. കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മതഃ. കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. നമുക്ക് ഇതിന്റെ മീനിങ് നോക്കാം. കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മതഃ. കോ എന്നാൽ കഹ. സർവധർമാണാം എല്ലാ ധർമ്മങ്ങളിലും വച്ച്. ഭവതഃ പരമോ മതഃ. ഭവതഃ പരമഃ മതഃ. മതഃ മതം എന്നാൽ അഭിപ്രായം. പരമോ പരമഃ ശ്രേഷ്ഠമായത്, പരമമായത്, ശ്രേഷ്ഠമായത്. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മത. അങ്ങയുടെ അഭിപ്രായത്തിൽ സർവധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ പരമമായ ധർമ്മം ഏതാണ്? ഇവിടെ അങ്ങ് എന്ന് ചോദിച്ചാല് ഭീഷ്മ പിതാമഹനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ അങ്ങ് എന്ന് പറഞ്ഞത്. അങ്ങയുടെ അഭിപ്രായത്തിൽ സർവധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ധർമ്മം ഏതാണ്? അപ്പോൾ 5ാമത്തെ ചോദ്യമായി. ഇനി അടുത്ത 6ാമത്തെ ചോദ്യമാണ്. കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. കിം ജപന്മുച്യതേ, ജപൻ ജപിക്കുക, മുച്യതേ എന്നാൽ മോചിക്കപ്പെടുന്നത്, മുക്തനാകുന്നത്. അപ്പം ജന്തു ജന്മ സംസാര ബന്ധനാത്. ജന്തു എന്നാൽ ജീവജാലങ്ങൾ എന്നർത്ഥമാണ്. ജന്മ സംസാര ബന്ധനാത് ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മുച്യതേ മോചിക്കപ്പെടുന്നത്. അപ്പോൾ ആരുടെ നാമം ജപിച്ചാലാണ് ജന്തുക്കൾ ജന്മ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നത്? അല്ലെങ്കിൽ സംസാരമുക്തനാവാൻ ഒരുവൻ ജപിക്കേണ്ടത് എന്താണ്? അങ്ങനെ 6 ചോദ്യങ്ങളും യുധിഷ്ഠിരൻ ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം. സ്തുവന്തഃ കം കമർച്ചന്തഃ പ്രാപ്നുയുർമാനവാ ശുഭം. കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മത. കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം. സ്തുവന്തഃ കം കമർച്ചന്തഃ പ്രാപ്നുയുർമാനവാ ശുഭം. കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മത. കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. ചോദിക്കുകയാണ്, ഈ ലോകത്ത് ഒരേ ഒരു ദൈവം ഉള്ളത് ആരാണ്? അല്ലെങ്കിൽ മംഗളം ലഭിക്കുവാൻ മനുഷ്യൻ ഏത് ദേവനെയാണ് ഉപാസിക്കേണ്ടത്? 2ാമത്തെ ചോദ്യം. ഈ ലോകത്ത് ഏകമായ പരായണം ഏതാണ്? പ്രാപ്യസ്ഥാനം ഏതാണ്?
മൂന്നാമത്തെ ചോദ്യം, ഏതൊരു ദേവനെയാണ് സ്തുതിക്കേണ്ടത്? 4, ഏത് ദേവനെയാണ് അർച്ചിക്കേണ്ടത്? 5, അങ്ങയുടെ അഭിപ്രായത്തിൽ, അങ്ങെന്ന് പറഞ്ഞ ഭീഷ്മ പിതാമഹൻ, ഭീഷ്മ പിതാമഹന്റെ അഭിപ്രായത്തിൽ സർവധർമ്മങ്ങളിലും ശ്രേഷ്ഠമായ ധർമ്മം ഏതാണ്? ആറാമത്തെ ചോദ്യം, സംസാരമുക്തനാവാൻ, സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനാവാൻ ആരെയാണ് ജപിക്കേണ്ടത്? അപ്പൊ അതിന് മറുപടി പിതാമഹൻ പറയുന്നതാണ് അടുത്ത ശ്ലോകങ്ങള്. നമുക്ക് നോക്കാം. ശ്രീ ഭീഷ്മ ഉവാച ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷഃ സതതോത്ഥിത. ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷഃ സതതോത്ഥിത. ഇവിടെ നമുക്ക് പദങ്ങൾ പിരിച്ചു നോക്കാം. ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷഃ സതതഃ ഉത്ഥിതഃ. പുരുഷഃ സതതഃ ഉത്ഥിതഃ. അപ്പൊ ചേർന്ന് പുരുഷ സതതോത്ഥിത. ഇവിടെ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ ആരംഭിക്കുന്നത്. നോക്കാം. ജഗത് പ്രഭും, ഈ ജഗത്തിന്റെ മുഴുവൻ പ്രഭുവായിരിക്കുന്ന, നാഥനായിരിക്കുന്ന, ദേവദേവം, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കും ദേവനായ, അനന്തം, അനന്തമായ, അന്തമില്ലാത്തവനും, പുരുഷോത്തമം, പുരുഷോത്തമനായിരിക്കുന്ന ആ ഭഗവാനെയാണ് ഇവിടെ പറയുന്നത്. ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം. ഈ ജഗത്തിന്റെ, ലോകത്തിന്റെ പ്രഭുവും ദേവന്മാർക്കെല്ലാം ദേവനും അന്തമില്ലാത്തവനുമായ ആ പുരുഷോത്തമനെയാണ്, അല്ലെങ്കിൽ ആ മഹാവിഷ്ണുവിനെയാണ് സ്തുവൻ നാമസഹസ്രേണ, സ്തുവൻ സ്തുതിക്കുക, നാമസഹസ്രേണ നാമങ്ങൾ കൊണ്ട്. എങ്ങനെയുള്ള നാമങ്ങളാണ്? സഹസ്രനാമങ്ങൾ കൊണ്ട്, 1000 നാമങ്ങൾ കൊണ്ട്, സഹസ്രനാമങ്ങൾ കൊണ്ട് സ്തുതിക്കണം. സ്തുവൻ നാമസഹസ്രേണ സതതഃ എല്ലായ്പ്പോഴും, ഉത്ഥിതഃ പ്രയത്നം ചെയ്യുന്ന, ഉത്ഥിത എന്നാൽ പ്രയത്നം ചെയ്യുന്ന. എങ്ങനെയാണ്? 1000 നാമങ്ങൾ കൊണ്ട്, അതാണ് സഹസ്രനാമങ്ങൾ കൊണ്ട് കീർത്തിക്കുന്ന മനുഷ്യന് സകല ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. സംസാരമുക്തനാവാൻ ആരെയാണ് ജപിക്കേണ്ടത് എന്നതിന്റെ ഉത്തരമാണ്. അപ്പോൾ ഇവിടെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞ മറുപടി, ഈ ജഗത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രഭുവും ദേവന്മാർക്കെല്ലാം ദേവനും അന്തമില്ലാത്തവനുമായ ആ പുരുഷോത്തമനെ 1000 നാമങ്ങൾ കൊണ്ട്, സഹസ്രനാമങ്ങൾ കൊണ്ട് കീർത്തിക്കുന്ന മനുഷ്യന് സകല ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. സംസാരമുക്തനാവാൻ ആരെയാണ് ജപിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് ഈ മറുപടി ഭീഷ്മർ യുധിഷ്ഠിരന് കൊടുത്തത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം, തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. നമുക്ക് പദം പിരിച്ചു നോക്കാം. തം ഏവ, തമേവ, ചാർച്ചയൻ നിത്യം, ച അർച്ചയൻ നിത്യം, ച അർച്ചയൻ നിത്യം, ചാർച്ചയൻ നിത്യം, ഭക്ത്യാ പുരുഷം അവ്യയം ധ്യായൻ സ്തുവൻ നമസ്യം ച. ധ്യായൻ സ്തുവൻ നമസ്യം ച, നമസ്യം ച യജമാനസ്തമേവ ച. യജമാനഃ തം ഏവ ച, യജമാനഃ തം ഏവ ച ചേർത്ത് യജമാനസ്തമേവ ച. തം ഏവ, തമേവ, ചാർച്ചയൻ നിത്യം, ച അർച്ചയൻ നിത്യവും, അർച്ചിച്ചുകൊണ്ട്, ഭക്ത്യാ ഭക്തിയോടുകൂടി, പുരുഷമവ്യയം, അവ്യയം വ്യയം സംഭവിക്കാത്തത് ആണ് അവ്യയം, അതായത് ഒരു കുറവും സംഭവിക്കാത്ത ആ പരമപുരുഷനെ ധ്യായൻ ധ്യാനിക്കുക, സ്തുവൻ സ്തുതിക്കുക,
നമസ്യൻ നമസ്കരിക്കുക. യജമാനൻ, യജമാനൻ എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്യുന്ന ആളിനാണ് യജമാനൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതായ ആളിനെ ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും യജിക്കുകയും ചെയ്യുന്ന ആ പുരുഷൻ ദുഃഖവിമുക്തനായി തീരും. എങ്ങനെയാണെന്ന് നോക്കാം. ആ പുരുഷോത്തമനെ തന്നെ നിത്യവും പൂജിക്കുകയും നാശമില്ലാത്ത അദ്ദേഹത്തെ തന്നെ ഭക്തി പുരസരം ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും യജിക്കുകയും ചെയ്യുന്ന പുരുഷൻ ദുഃഖവിമുക്തനായി തീരും. അപ്പൊ 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവുമായി. തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. അടുത്ത ശ്ലോകം നോക്കാം. 13ാമത്തെ ശ്ലോകം. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദികോ ഭവേത്. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദികോ ഭവേത്. ഇതിന്റെ പദങ്ങൾ നമുക്ക് നോക്കാം. അനാദി നിധനം വിഷ്ണും സർവലോക മഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവ ദുഃഖ അധികോ ഭവേത്. സർവ ദുഃഖാധികോ ഭവേത്. അനാദി നിധനം, ആദി, ആദി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, ആരംഭം. നിധനം നാശം അല്ലെങ്കിൽ അവസാനം. അപ്പോൾ അനാദി നിധനം, ആരംഭവും അവസാനവും ഇല്ലാത്ത വിഷ്ണും, ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന സർവവ്യാപിയായ സർവലോക മഹേശ്വരം, സർവലോക മഹേശ്വരം, സർവലോകത്തിനും മഹേശ്വരനായ, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ലോകാധ്യക്ഷം, ലോക അധ്യക്ഷനായിരിക്കുന്ന, സ്തുവൻ നിത്യം, നിത്യവും സ്തുതിക്കുന്നതിലൂടെ സർവദുഃഖാധികോ ഭവേത്, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ മോചിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ആരംഭവും അവസാനവും ഇല്ലാത്തവനും ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവനും എല്ലാ ലോകങ്ങളുടെയും അധീശ്വരനും ലോകാധ്യക്ഷനും ആയ ആ ദേവനെ സദാ സ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും. അപ്പോൾ ഏത് ദേവനെയാണ് സ്തുതിക്കേണ്ടത് എന്ന 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. പദങ്ങൾ പിരിച്ചു നോക്കാം. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹത് ഭൂതം സർവഭൂതഭവോദ്ഭവം. സർവഭൂതഭവോദ്ഭവം. നമുക്കിതിന്റെ മീനിങ് നോക്കാം. ലോകാനാം കീർത്തിവർദ്ധനം, ലോകത്തിന് കീർത്തി വർദ്ധിപ്പിക്കുന്നവനാണ്. അതായത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും കീർത്തി വർദ്ധിപ്പിക്കുന്നവനാണ്. ലോകനാഥം, ലോകത്തിന്റെ നാഥനാണ്. മഹദ്ഭൂതം, മഹത്തായ ബ്രഹ്മം തന്നെ ആയിരിക്കുന്നവനും സർവചരാചരങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്നവനും ആണ്. അങ്ങനെയുള്ള ആ ദേവനെ സദാ സ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും. അതായത് ആ പരമാത്മാവ് ജ്ഞാനസ്വരൂപനാണ്, സർവധർമ്മങ്ങളെയും അറിയുന്നവനാണ്, ലോകാധിപൻ ആണ്. തന്നെ ഭജിക്കുന്നവർക്ക് കീർത്തി വർദ്ധിപ്പിക്കുന്നവനാണ്, മഹത്തായ സമ്പത്തുള്ളവനാണ്, സർവചരാചരങ്ങളുടെയും ജനന മരണാദികൾക്ക് കാരണഭൂതനമാണ്. അങ്ങനെയുള്ള ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. അടുത്ത ശ്ലോകം 15ാമത്തെ ശ്ലോകം. ഏഷ മേ സർവധർമാണാം ധർമ്മോധികതമോ മദഃ യദ്ഭക്ത്യാ പുണ്ഡരീകാക്ഷം സ്തവൈരർച്ചേന്നര സദാ
യേഷ മേ സർവധർമാണാം ധർമ്മോധികതമോ മതഃ യദ്ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്ഥവൈരർച്ചേന്നര സദാ. പദങ്ങൾ നോക്കാം. യേഷ മേ സർവധർമാണാം ധർമ്മഃ അധികതമോ മതഃ യദ്ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്ഥവൈഃ അർച്ചേത് നരഃ സദാ. സ്ഥവൈരർച്ചേന്നരസദാ. യേശഃ ആരാണോ ചെയ്യുന്നത്, സർവധർമാണാം എല്ലാ ധർമ്മങ്ങളിലും വെച്ച്, ധർമ്മോധികതമോ മത ധർമ്മഃ അധികതമഃ ധർമ്മോധികതമോ മത ധർമ്മഃ അധികതമഃ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു എഫ് സൗണ്ട് വരുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു ചേർത്ത് പറഞ്ഞാൽ മതി, ആ എടുത്ത് പറയണ്ട എന്ന്. അധികതമ അത്യന്തം ശ്രേഷ്ഠമാകുന്നു. മതഃ മതം അഭിപ്രായം. അപ്പൊ ഭീഷ്മ പിതാമഹൻ പറയുകയാണ്, എന്റെ അഭിപ്രായത്തിൽ, എന്റെ എന്നാൽ ഭീഷ്മ പിതാമഹന്റെ, എന്റെ അഭിപ്രായത്തിൽ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് മഹത്തായ ധർമ്മം എന്നത് ആ പുണ്ടരീകാക്ഷനെ, പുണ്ടരീകാക്ഷൻ എന്നാൽ കമല നയനൻ അല്ലെങ്കിൽ ആ താമരക്കണ്ണൻ, ആ താമരക്കണ്ണനായ മഹാവിഷ്ണുവിനെ എല്ലായ്പ്പോഴും ഭക്തിപൂർവം സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് ഭീഷ്മർ പറയുകയാണ്. അപ്പോൾ ഇവിടെ 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും കൊടുത്തു. ഇനിയും 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ശ്ലോകത്തിലാണ് നമുക്കത് നോക്കാം. പരമം യോ മഹത്തേജഃ പരമം യോ മഹത്തപഃ പരമം യോ മഹത് ബ്രഹ്മ പരമം യഃ പരായണം പരമം യോ മഹത്തേജഃ പരമം യോ മഹത്തപഃ പരമം യോ മഹത് ബ്രഹ്മ പരമം യഃ പരായണം. പദങ്ങൾ നോക്കാം. പരമം യോ യഃ മഹത് തേജഃ പരമം യോ മഹത്തപഃ പരമം യോ മഹത് ബ്രഹ്മ പരമം യഃ പരായണം. പരമം എന്നാൽ ഏറ്റവും പരമമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള. പരമം യോ പരമം യഹ, യഹ എന്നത് ഏതൊരു ദേവനാണോ എന്ന അർത്ഥത്തിലാണ്. മഹത് തേജഃ മഹത്തായ തേജസ്സായിരിക്കുന്നത്. മഹത് തപഃ പരമമായ തപസ്സായിരിക്കുന്നത് ഏതാണോ, തപഃ തപസ്. മഹത് ബ്രഹ്മ മഹത്തായ ബ്രഹ്മമായിരിക്കുന്നത്. പരമം യഃ പരായണം. പരായണം എന്നാൽ ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനം, മുഖ്യമായ പ്രാപ്യസ്ഥാനം ഏതാണ് എന്ന 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പറഞ്ഞത്. യാതൊന്നിനാണോ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ പരമമായ തേജസ് ഉള്ളത്, യാതൊന്നിനാണോ പരമവും മഹത്വപൂർണവുമായ തപസ്സുള്ളത്, അങ്ങനെയുള്ള യാതൊന്നാണോ മഹത്വമായ ബ്രഹ്മമായത്, അതുതന്നെയാണ് പരമമായ പ്രാപ്യസ്ഥാനം. പരമം യോ മഹത്തേജഃ പരമം യോ മഹത്തപഃ പരമം യോ മഹത് ബ്രഹ്മ പരമം യഃ പരായണം. ഇനി ലാസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം, അതായത് 1ാമതായി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ലാസ്റ്റിലാണ്, 6ാമത്തെ ഉത്തരമായിട്ടാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ വ്യയഃ പിതാ. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനായോ വ്യയഃ പിതാ. പദങ്ങൾ നോക്കാം. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ അവ്യയഃ പിതാ. അവ്യയഃ പിതാ, യോ വ്യയഃ പിതാ ചേർത്ത് പറയണം. യോ വ്യയഃ പിതാ. ഇവിടെ പവിത്രാണാം പവിത്രം യോ, പവിത്രമായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും പവിത്രമായതും, മംഗളാനാം ച മംഗളം മംഗളകരമായതിൽ വെച്ച് ഏറ്റവും മംഗളകരമായതും. ചില ബുക്കില് മംഗലം എന്നായിരിക്കും. മംഗലം ആയാലും മംഗളം ആയാലും തെറ്റില്ല. മംഗളാനാം ച മംഗളം മംഗളകരമായതിൽ വെച്ച് ഏറ്റവും മംഗളകരമായത്.
ദൈവതം ദേവതാനാം ച സർവദേവതമാർക്കും ദൈവമായവനും ഭൂതാനാം യോവ്യയഃ പിതാ യഹ അവ്യയ പിതാ യോവ്യയ പിതാ യഹ അവ്യയ പിതാ. ചരാചരങ്ങൾക്കെല്ലാം സർവചരാചരങ്ങൾക്കും പിതാവും ആയിരിക്കുന്ന ആ ദേവനെയാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഇതിന്റെ മീനിങ് നോക്കാം. പവിത്രമായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും പവിത്രമായതും മംഗളകരമായതിൽ വെച്ച് ഏറ്റവും മംഗളകരമായതും എല്ലാവർക്കും ദൈവതമായിരിക്കുന്നവർക്കു കൂടി ദേവനായിരിക്കുന്നവനും ചരാചരങ്ങൾക്കെല്ലാം പിതാവും ആയിരിക്കുന്ന ആ ദേവനെ മഹാവിഷ്ണുവിനെയാണ് ഉപാസിക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി. ഇത്രയും കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ പൊതുവായ മാഹാത്മ്യത്തെക്കുറിച്ച് ഗുണങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് അടുത്ത ശ്ലോകങ്ങളിലാണ്. നമുക്കത് അടുത്ത ഇതിൽ നോക്കാം. അപ്പൊ ഇത് മുഴുവനായി ഞാനൊന്ന് ചൊല്ലാം. ശ്രീ വൈശംഭായന ഉവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവാഭ്യഭാഷത. ശ്രീ യുധിഷ്ഠിര ഉവാച കിമേകം ദൈവതല്ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തഃ കങ്കമർച്ചന്തഃ പ്രാപ്നുയുർമാനവാ ശുഭം. കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മതഃ കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാരബന്ധനാത്. ശ്രീ ഭീഷ്മ ഉവാച ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷഃ സതതോത്ഥിതഃ തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യശ്ച യജമാനസ്തമേവ ച അനാദിനിധനൗ വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിഗോ ഭവേത്. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം യേഷ മേ സർവധർമാണാം ധർമ്മോധികതമോ മതഃ യദ്ഭക്ത്യാ പുണ്ഡരീകാക്ഷം സ്തവൈരർച്ചേന്നര സദാ. പരമയ്യോ മഹത്തേജഃ പരമയ്യോ മഹത്തപഃ പരമം യോ മഹദ്ബ്രഹ്മ പരമം യഃ പരായണം പവിത്രാണാം പവിത്രയ്യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനായോ വ്യയഃ പിതാ. ഓം നമോ ഭഗവതേ വാസുദേവായ.